ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ വാത്സല്യമുള്ളവരെ, നിത്യം ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിലൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന് നമുക്കല്പസമയം ശാന്തമായി ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 23 വാക്യം 28. യേശു അവരുടെ നേരെ തിരിഞ്ഞ് അവരോട്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് പറഞ്ഞു. വചനം സംസാരിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് നാം ശാന്തമായി ചിന്തിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കന്യകമറിയാം ഗർഭം ധരിച്ചു. ഒരു സ്ത്രീ വേദനയോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ തന്നെ യേശുവിനെയും വേദനയോടുകൂടെ മറിയം പ്രസവിച്ചു. തൻ്റെ അമ്മയുടെ മാറിൽ നിന്ന് പാൽ നുകർന്ന് ഒരു കുഞ്ഞ് വളരുന്നത് പോലെ മറിയമിൽ നിന്ന് പാൽ കുടിച്ച് യേശു വളർന്നു. ഒരു കുഞ്ഞ് ചിരിച്ച് കളിച്ച് വളരുന്നത് പോലെ, ഒരു സാധാരണ പൈതലിനെ പോലെ തന്നെ തൻ്റെ മാതാപിതാക്കളുടെ കരങ്ങളിലൂടെ അവൻ ചിരിച്ച് കളിച്ച് വളർന്നു. കാലത്തിൻ്റെ പരിപൂർണതയിൽ ഇതാ അവൻ മരുഭൂമിയിൽ വ്രതാനുഷ്ഠാനം നടത്തി. തന്റെ മുന്നോടിയായി കടന്നു വന്ന യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്ന് അവൻ അറിഞ്ഞപ്പോൾ തൻ്റെ പരസ്യ പ്രവർത്തനവുമായി ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി. അനേക ആയിരങ്ങൾക്ക് അവൻ തൻ്റെ വാക്കുകളിലൂടെ സമാധാനം കൊടുത്തു. അനേക രോഗികൾക്ക് തൻ്റെ പരസ്യ പ്രവർത്തന കാലയളവിൽ അവൻ സൗഖ്യം കൊടുത്തു. അനേകരെ അവൻ തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി തന്നെ അനുഗമിക്കുവാൻ പ്രേരിപ്പിച്ചു. ചരിത്രത്തിൻ്റെ ഏടുകളിൽ പറയുന്നു, തൻ്റെ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ അവൻ പടയാളികളാൽ പിടിക്കപ്പെടുകയും പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് നമ്മുടെ കർത്താവ് വിധിക്കപ്പെടുകയും ചെയ്തു. പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് വിധിക്കപ്പെട്ടവനായ കർത്താവിന് യാതൊരു കുറവുമില്ല എന്നും അവൻ ഊനമില്ലാത്തവൻ ആണ് എന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതാ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനായി പടയാളികളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. പടയാളികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവനായ ക്രിസ്തുവിന് പിന്നീട് സഹിക്കേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. തലയിൽ മുൾക്കിരീടം വച്ച് അനേക കൊളുത്തുകളുള്ള ചാട്ടവാറുകൾ കൊണ്ട് മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് തൻ്റെ ശരീരത്തിലും മനസ്സിലും ആവശ്യത്തിലധികം മുറിവുകൾ ഏറ്റുകൊണ്ട് തന്നെ ക്രൂശിപ്പാനുള്ള വലിയൊരു മരക്കുരിശും ചുമന്നുകൊണ്ട് ഗോകുൽത്തായെ ലക്ഷ്യമാക്കി ക്രിസ്തു യാത്ര ചെയ്യുമ്പോൾ ഇതാ തൻ്റെ അരികിൽ നിന്ന്
മാറത്തടിച്ച് കരയുന്ന അനേക സ്ത്രീകളുടെ വിലാപത്തിന്റെ ശബ്ദം യേശു കേൾക്കുകയാണ്. അപ്പോൾ ക്രിസ്തു ആ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞിട്ട് അവരോട് പറയുന്ന വാക്കുകളാണ് വചനത്തിലൂടെ നാം ശ്രവിച്ചത്. ക്രിസ്തു അവരുടെ നേരെ തിരിഞ്ഞിട്ട് ദയനീയമായ ശബ്ദത്തിൽ അവരോട് പറയുന്നത്, യെരൂശലേം പുത്രിമാരെ, എന്തിനാണ് നിങ്ങൾ എന്നെ ചൊല്ലി വ്യാകുലപ്പെടുന്നത്, കരയുന്നത്? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവനെന്ന് ക്രിസ്തു അവരോട് ആവശ്യപ്പെട്ടു. വാത്സല്യമുള്ളവരെ, സത്യത്തിൽ എന്തിനാണ് യെരൂശലേം പുത്രിമാർ വാവിട്ട് നിലവിളിച്ചത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോൾ അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല, കാണുന്നവരൊക്കെയും മുഖം മറച്ച് അവനിൽ നിന്ന് ഓടി അകലുവാൻ തക്കവണ്ണം അവൻ വിരൂപനായി തീർന്നിരിക്കുന്നു എന്ന്. എങ്ങനെയാണ് യേശു ക്രിസ്തു ഇപ്പോൾ സമൂഹത്തിന്റെ മുൻപിൽ വിരൂപനായി തീർന്നത് എന്ന് നാം കണ്ടു. പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഗോകുൽത്തായെ ലക്ഷ്യമാക്കിയുള്ള തന്റെ യാത്രയുടെ മധ്യത്തിൽ അവൻ സഹിച്ച പീഡകളാണ് അവൻ വിരൂപനാകപ്പെടുവാനുള്ള കാരണം. യെരൂശലേം പുത്രിമാരുടെ പ്രിയൻ, അവർ ആ തെരുവിൽ വെച്ച് അവനെ കാണുന്നതിന് മുൻപ് അവൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് വളരെ വ്യക്തമായി വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത്, യെരൂശലേം പുത്രിമാരുടെ പ്രിയനോ അവൻ ചുവപ്പും വെണ്മയുമുള്ളവനായിരുന്നു, അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരനും ശ്രേഷ്ഠനുമായിരുന്നു എന്നാണ്. യെരൂശലേം പുത്രിമാരുടെ പ്രിയനോ അവൻ ചുവപ്പും വെണ്മയുമുള്ളവനായിരുന്നു, അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനും സുന്ദരനുമായിരുന്നു എന്നാണ്. കോമളരൂപിയായി ആര് കണ്ടാലും ആകർഷിക്കത്തക്ക സൗന്ദര്യമുണ്ടായിരുന്ന യെരൂശലേം പുത്രിമാരുടെ പ്രിയൻ ഇപ്പോൾ ആര് കണ്ടാലും മുഖം മറയ്ക്കത്തക്കവണ്ണം വിരൂപിയായിട്ടാണ് തെരുവീതിയിലൂടെ ഇടറിയ കാൽവെപ്പുകളോടുകൂടെ യാത്ര ചെയ്യുന്നത്. തെരുവിലൂടെ യാത്ര ചെയ്യുന്ന തന്റെ പ്രിയന്റെ അവസ്ഥ കണ്ടിട്ടാണ് യെരൂശലേം പുത്രിമാർ വാവിട്ട് നിലവിളിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 129-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. പ്രിയ സഹോദരങ്ങളെ, പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് വിധിക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവിനെ അനേക കൊളുത്തുകളുള്ള ചാട്ടവാറുകൾ കൊണ്ട് അവന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കുകയും ശക്തിയോടുകൂടെ അത് വലിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ വചനം ഓർമ്മപ്പെടുത്തുന്നു, ഉഴവുകാർ ഉഴവുചാൽ കീറുന്നത് പോലെ അവന്റെ ശരീരത്തിൽ ചാലുകളുണ്ടായി ആ ചാലുകളിൽ നിന്ന് രക്തം ധാരധാരയായി വാർന്നൊഴുകി എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നു. ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. മുൾക്കിരീടം വയ്ക്കപ്പെട്ട തലയിൽ നിന്ന് തലയിൽ ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തിയായ വേദനയിലൂടെ പ്രകടിപ്പിക്കുന്ന
രക്തത്തുള്ളികൾ മുഖത്തോടെ വാർന്നൊലിക്കുകയും ശരീരത്തിൽ ഏൽക്കുന്ന അടിപ്പാടുകളിലൂടെ ഇതാ രക്തം ധാരധാരയായി ഒഴുകുകയും ശരീരത്തിൽ വീണ്ടും വിവിധ തരത്തിലുള്ള മുറിവുകൾ ഏൽക്കുകയും ചെയ്ത് ഇതാ ക്രിസ്തു വിരൂപനായിട്ടാണ് ഇന്ന് യെരൂശലേം പുത്രിമാരുടെ അടുക്കലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു അവരോട് പറയുന്ന വാക്കുകളുടെ പൊരുൾ എന്ത് എന്ന് ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ക്രിസ്തു അവരോട് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3 വാക്യം 14. മരുഭൂമിയിൽ മോശ എങ്ങനെ പിച്ചസർപ്പത്തെ ഉയർത്തി നാട്ടിയുവോ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി നാട്ടിയതുപോലെ താനും ഉയർത്തി നാട്ടപ്പെടേണ്ടിയിരുന്നു. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ നാട്ടി രോഗബാധയേറ്റവർ, പീഡകളേറ്റവർ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കി രക്ഷപ്പെട്ടതുപോലെ ഇതാ ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നീ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനാണ് വാത്സല്യമുള്ളവരെ ഇന്ന് ക്രിസ്തു വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. അവൻ പറയുന്നത്, നിങ്ങൾ കരയേണ്ടത് എന്നെ ചൊല്ലിയല്ല, എൻ്റെ കഷ്ടതകൾ കണ്ടിട്ടല്ല നിങ്ങൾ കരയേണ്ടത്. ഇത് എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി എന്നെ ഭരമേൽപ്പിച്ച ദൗത്യമാണ് ഞാൻ പൂർത്തീകരിക്കുന്നത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ നാട്ടിയതുപോലെ അനേകരുടെ പാപങ്ങൾക്കുള്ള പരിണിത ഫലമായി ഞാൻ ഉയർത്തി നാട്ടപ്പെടണമെന്നുള്ളത് എൻ്റെ പിതാവിൻ്റെ ഹിതമാണ്. ആ ഹിതമാണ് ഞാൻ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കി നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിക്കും എന്ന് ക്രിസ്തു അവരോട് ആവശ്യപ്പെടുന്നു. നമുക്കൊരു നിമിഷം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നാം ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എന്താണ് വാത്സല്യമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഈ വക പാപങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന്, ലോകത്തിൽ നിന്ന് പാപത്തെ മുന്തിരിച്ചാറ് പോലെ ഊറ്റിക്കുടിച്ച് ദൈവഹിതത്തിന് വിപരീതമായി മാതാപിതാക്കൾ ചിന്തിക്കുന്നതിനപ്പുറമായി ലൗകിക ജീവിതത്തിന് അടിമപ്പെട്ട് ജീവിച്ച് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ഒരു തലമുറയുടെ വാക്താക്കളോടാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തിരിഞ്ഞു നോക്കി നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിച്ചുകൊള്ളുവിൻ എന്നാവശ്യപ്പെടുന്നത്. വാത്സല്യമുള്ളവരെ, ചരിത്രത്തിൽ രേഖപ്പെടുത്തി കണ്ടിട്ടുള്ള, വായിച്ചു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ഇങ്ങനെ ആ കഥയിൽ പറയുന്നത്, സ്വന്തം അമ്മയുടെ കിടപ്പറയിൽ അമ്മയോടുകൂടെ ശയിക്കേണ്ടി വന്ന ഈഡിപ്പസ് എന്ന് പറയുന്ന ഒരു മകന്റെ കഥയാണ്. ഈഡിപ്പസിന്റെ ചരിത്രം പറയുന്നത്, ഈഡിപ്പസ് തന്റെ അമ്മയോടുകൂടെ ശയിക്കുന്നത് അത് തന്റെ സ്വന്തം അമ്മയാണ് എന്ന് തിരിച്ചറിയാതെയാണ് എന്നാണ്.
ഈഡിപ്പസ് ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തിപ്പെട്ടിട്ടുള്ള കഥകളിൽ പറയുന്നവൻ, അവൻ അന്ന് ശയിച്ചത് അത് തന്റെ അമ്മയാണ് എന്ന് തിരിച്ചറിയാതെയാണ് എങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലോക പ്രവണതകൾക്കും അടിമപ്പെട്ട മനുഷ്യൻ ഇന്നത്തെ യുവതലമുറകൾ ഇതെന്റെ അമ്മയാണെന്നും ഇതെന്റെ സഹോദരിയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടവർ ഇന്ന് വ്യർത്ഥമായ ധനലാഭത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്നത് എന്ത് എന്ന് ശാന്തമായി പ്രിയ മാതാപിതാക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏതെല്ലാം വഴിയിലൂടെയാണ് ഇന്ന് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്? അമ്മ ഏതെന്നോ സഹോദരി ഏതെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാനസികമായ അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ യുവതലമുറകൾ മാറിയിട്ടില്ലേ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. യേശുക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്, നീ ഒന്ന് തിരിഞ്ഞു നോക്കുക, പുറകോട്ട് തിരിഞ്ഞു നോക്കി ശാന്തമായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിലേക്ക് നോക്കി, ഇതാ ഞാനും നിങ്ങളും വ്യാകുലപ്പെടാതെ, ക്രിസ്തു നമ്മളോട് പറയുന്നത് എന്നിലേക്ക് നോക്കി, അഥവാ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഞാൻ നാട്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആ കുരിശിങ്കിലേക്ക് നോക്കി രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും മാടി മാടി വിളിക്കുന്നുണ്ട്. ആ ശബ്ദം എന്താണ്? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിപ്പാൻ വേണം. ശാന്തമായി ചിന്തിക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ള ദാഹമാണ് കുരിശിൽ കിടന്നിട്ട് നമ്മുടെ അരുമനാഥൻ അനുഭവിക്കുന്നത്? എന്താണ് അവൻ തന്റെ വാക്കുകളിലൂടെ ആഗ്രഹിക്കുന്നത്? തിരിച്ചറിയുക. ക്രിസ്തു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്റെയും നിങ്ങളുടെയും മാനസാന്തരമാണ്. എന്റെയും നിങ്ങളുടെയും മാനസാന്തരത്തിന് വേണ്ടിയുള്ള ദാഹമാണ് ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് വാത്സല്യമുള്ളവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടത്, ആ ക്രിസ്തുവിന്റെ ആഗ്രഹം തീർക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നത് എൻ്റെ മാനസാന്തരമാണെങ്കിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഞാൻ എവിടെയാണ് എന്നൊന്ന് ശാന്തമായിട്ട് ചിന്തിപ്പാൻ, കർത്താവേ ഈ ദിവസം നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുറവുകളും ബലഹീനതകളുമുള്ള നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.